നമസ്കാരം. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ സംഘർഷാവസ്ഥ തുടരുന്ന സാഹചര്യത്തിൽ അറബിക്കടലിൽ നാവിക അഭ്യാസം നടത്തുകയാണ് ഇന്ത്യൻ നാവികസേന. പാകിസ്ഥാന്റെ സമുദ്ര മേഖല അതിർത്തിക്ക് സമീപത്താണ് നാവികസേന പ്രകടനം നടത്തുന്നത്. ഏപ്രിൽ 30 മുതൽ മെയ് 3 വരെ നാവികാഭ്യാസം തുടരും. ഇന്ത്യൻ നാവികസേനയും പാകിസ്ഥാൻ നാവികസേനയും ഒരേ സമയം കടലിൽ നേവൽ ഫയറിംഗ് നോട്ടിഫിക്കേഷൻ കൊടുത്തു എന്ന പ്രത്യേകതയും ഉണ്ട്. മെയ് 3 വരെ അറബിക്കടലിൽ ഇരു രാജ്യങ്ങളുടെ നേവിയും ആയുധങ്ങൾ പരീക്ഷിക്കും. അതും വെറും 85 നോട്ടിക്കൽ മൈൽ വ്യത്യാസത്തിൽ നിന്നുകൊണ്ടാണ് എന്നതും ശ്രദ്ധേയമാണ്. മറ്റൊരു റിപ്പോർട്ട് പുറത്തുവരുന്നത് ഇന്ത്യയുടെ 2 വിമാനവാഹിനി കപ്പലുകളായ INS വിക്രമാദിത്യയും INS വിക്രാന്തും അറബിക്കടലിൽ വിന്യസിച്ചിട്ടുണ്ട് എന്നതാണ്. പ്രോട്ടോകോൾ പ്രകാരം വിമാനവാഹിനി കപ്പലുകൾ സഞ്ചരിക്കുമ്പോൾ അകമ്പടിയായി ഡിസ്ട്രോയർ കപ്പലുകളും ഫ്രിഗേറ്റും അന്തർവാഹിനിയും സർവൈലൻസ് വിമാനങ്ങളും എല്ലാം കൂടെ ഉണ്ടാവും. കാരിയർ ബാറ്റിൽ ഗ്രൂപ്പ് എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ അറബിക്കടലിലെ രാജാക്കന്മാരായ ഇന്ത്യൻ നാവികസേന സർവ്വ സന്നാഹത്തോടെയുമാണ് കടലിൽ ഇറങ്ങിയിരിക്കുന്നത്. അതേസമയം തന്നെ പാകിസ്ഥാന് ആശങ്കയുണർത്തുന്ന വിധത്തിലാണ് ഇന്ത്യൻ നാവികസേന ആയുധ പരീക്ഷണങ്ങൾ നടത്തുന്നത്. കഴിഞ്ഞ ദിവസം ദീർഘദൂര കപ്പൽവേധ മിസൈലുകൾ സേന പരീക്ഷിച്ചിരുന്നു. സേനയുടെ ആയുധ സംവിധാനങ്ങളുടെ ക്ഷമതയാണ് പരീക്ഷിച്ചുറപ്പിച്ചത്. ഏത് സാഹചര്യത്തെയും നേരിടാൻ സജ്ജമാണെന്ന് നാവികസേന ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതിന് 2 ദിവസം മുൻപ് യുദ്ധക്കപ്പലായ INS സൂററ്റിൽ നിന്ന് 70 കിലോമീറ്റർ പ്രഹരശേഷിയുള്ള മധ്യദൂര മിസൈൽ പരീക്ഷണവും സേന നടത്തിയിരുന്നു. കരുത്ത് വ്യക്തമാക്കിക്കൊണ്ട് സജ്ജമായ യുദ്ധക്കപ്പലുകളുടെ ചിത്രമുൾപ്പെടെ പാകിസ്ഥാന് താക്കീതുമായി ഒരു എക്സ്പോസ്റ്റും ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൂടെ നാവികസേന കഴിഞ്ഞ ദിവസം പങ്കുവച്ചിരുന്നു. ഒരു ദൗത്യവും അപ്രാപ്യമല്ല എന്ന കുറിപ്പും സേന പോസ്റ്റിനൊപ്പം ചേർത്തിരുന്നു. ഏതായാലും അറബിക്കടലിൽ ഇന്ത്യൻ നാവികസേനയെ വെല്ലുവിളിക്കാനുള്ള യാതൊരു കരുത്തും പാക് നാവികസേനയ്ക്ക് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിങ്ങൾക്കും ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.